പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ പ്രോഗ്രാമിന് ലിബറൽ 8 അത് നടക്കുമ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളന്ന് ഇതുപോലൊരു ചർച്ച സംഘടിപ്പിക്കേണ്ടായി. LDFൻ്റെ ഭരണം പോകുമോ അതോ തുടരുമോ, ഇതായിരുന്നു ആശയം. അന്ന് ആ ചർച്ചയിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആളുകളും ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ റിസൾട്ടൊക്കെ അറിഞ്ഞു. ഇലക്ഷനിൽ LDF തുടർന്നില്ല, പോയി, മാറി. അപ്പോൾ നമ്മളിപ്പോൾ മറ്റൊരു വിഷയം ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ്. LDF തിരിച്ചു വരണോ എന്നുള്ളതാണ്. അന്ന് ചർച്ച നടക്കുമ്പോൾ നമ്മുടെ അന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത സുഹൃത്തുക്കളൊക്കെ ഒരുമാതിരി എല്ലാവരും LDFനോട് അനുഭാവമുള്ളവരും അല്ലാത്തവരുമായ ആളുകൾ പറഞ്ഞത് ഒരു മാറ്റം വേണം എന്നാണ്. നമ്മളെല്ലാവരും കേട്ടതാണ്. പൊതുവെ നമ്മുടെ അഭിപ്രായമൊക്കെ അത് തന്നെയായിരുന്നു, ഒരു മാറ്റം വരണം എന്നായിരുന്നു. ജനങ്ങൾ ചോദിച്ചതിലും കൂടുതൽ വാരിക്കോരി മാറ്റിക്കൊടുത്തു എന്ന് പറയാലോ, അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ ഒരു വിഷയം, അതായത് ഇനിയിപ്പോൾ LDF വരണോ, എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അതിന് മുമ്പ് നമുക്ക് നമ്മളോടൊപ്പമുള്ള സുഹൃത്തുക്കൾ ശ്രീ KD ജോൺസൺ, അനീഷ് ജോണി, അതുപോലെ അബ്ദുൾ മജീദ് സാർ, ജോസ് മുത്തേടൻ, മുരളിയേട്ടൻ, അപ്പോൾ ഇവരൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കാനുണ്ട്, ഇവിടെയുണ്ട്. ഞാൻ ആദ്യമായിട്ട് ശ്രീ ജോൺസനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. വേദിയിലിരിക്കുന്നവർക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും. ഇവിടെ ഒരു ഭരണം മാറി ഒരു 10 വർഷം ഇടത് വർഷം ഭരിച്ചു. അപ്പോൾ നമ്മൾ ആ ഭരണം എല്ലാവരും കണ്ടതാണ്. വളരെ നല്ല ഭരണമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് എല്ലാവരും കൂടി ആ ഭരണത്തിനെ മാറ്റി. ഇനിയിപ്പോൾ പുതിയ സർക്കാർ വന്നിട്ടുണ്ട്. വളരെയധികം പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ വളരെ പ്രതീക്ഷയാണ് എല്ലാ മേഖലയിലുള്ള ജനങ്ങൾക്കുള്ളത്. അപ്പോൾ നമ്മളൊരു 2,72,00,000 വോട്ടർമാരിൽ 2,17,00,000 ലക്ഷത്തിൻ്റെ അടുത്ത ആളുകൾ വോട്ട് ചെയ്തതിൽ 1 കോടിയിലധികം വോട്ട് കിട്ടിയിട്ടാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ 10 കൊല്ലം ഭരിച്ച സർക്കാർ എത്രയൊക്കെ നല്ലതും മോശമാണെങ്കിലും അവർക്കും കിട്ടിയിട്ടുണ്ട് ഒരു 81 ലക്ഷം വോട്ടെന്ന്. അപ്പോൾ അത് വളരെ ചെറിയ വോട്ടല്ല. കാരണം എത്രമാത്രം പ്രതികൂലമാണ് എന്ന് ആരൊക്കെ പറഞ്ഞാലും 81 ലക്ഷം ആളുകൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനേക്കാൾ വിട്ടൊരു 20 ലക്ഷത്തിൻ്റെ അടുത്ത് വോട്ട് UDFന് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം പ്രതീക്ഷകൾ നിലനിൽക്കുന്നുണ്ട്. നമ്മളുടെ അഭിപ്രായത്തിൽ ഒരു കുറച്ച് കാലം സ്വതന്ത്രമായി ഈ സർക്കാരിനെ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കണം. ചാനലുകാരാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും എല്ലാവരും കുറച്ച് കാലം അവർക്കൊരു അവസരം കൊടുത്ത് അതിനുശേഷം നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് അവർ പോകുന്നില്ലെങ്കിൽ മാത്രമാണ് സർക്കാരിനെതിരെ നമ്മൾക്ക് എന്താ പറയുക ഏതെങ്കിലും തരത്തിൽ വിമർശനങ്ങൾ കാര്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരാൻ പാടുള്ളൂ എന്നുള്ള അഭിപ്രായമാണ്. കാരണം അവർക്ക് ആ 100% സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ അനുസരിച്ച് ആണ് അടുത്ത ഇനി എന്താ പറയുക ഈ ഭരണത്തിൻ്റെ പോരായ്മകൾ കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കി ഈ സർക്കാരിന് അനുകൂലമായിട്ട് ഈ UDFൻ്റെ വോട്ടർമാരല്ലാത്ത നിഷ്പക്ഷ മതികളായ വോട്ടർമാർ, പിന്നെ സർവ്വമേഖലയിലും സർക്കാരിനെതിരെയുള്ള വോട്ടുകൾ, ഈ വോട്ടുകളെല്ലാം ഒരുമിച്ച് വന്നതിൻ്റെ ഫലമാണ് UDFന് ഇവിടെ അധികാരത്തിലെത്താനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ മൊത്തം ജനത്തിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് പോകാൻ സാധിക്കട്ടെ കേരളത്തിലെ ജനങ്ങൾക്ക്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസനത്തിന് ഇവിടെ ജാതി മത പ്രാദേശിക വർഗ വ്യത്യാസമില്ലാതെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒറ്റക്കെട്ടായിട്ട് കാണാനും എല്ലാവരുടെയും ഒരു കേരളമായിട്ട് കാണാനും ഈ ഭരണത്തിന് കഴിയട്ടെ എന്ന് നമ്മൾ ഇപ്പോൾ പ്രത്യാശ വയ്ക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മൾ
ഇതിന് വെച്ചിട്ടുള്ള പേരുണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അടുത്തതായിട്ട് എന്തായാലും ഹരീഷ് ജോണി സംസാരിക്കും. ഒരു വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലാണെങ്കിൽ ഇനി വരാം. ഈ എല്ലാ കാര്യങ്ങളിലും അടവ് നയം എന്നുള്ള ആ സിസ്റ്റം മാറ്റിവെച്ചാൽ ഇത് എവിടെ തൊട്ടാലും അടവ് നയമാണ്, എന്ത് ചെയ്താലും അടവ് നയമാണ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിന് അതത്ര നല്ലതല്ല. പിന്നെ ജനാധിപത്യത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കിനിയും കൊണ്ടുവരാം. പിന്നെ പത്രസ്വാതന്ത്ര്യം, അതുപോലെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യം, സോഷ്യൽ മീഡിയ, ഇവരോടൊക്കെ ഒരു നല്ല അപ്രോച്ച് എടുക്കേണ്ടതുണ്ട്. നമ്മൾ ഒരുപാട് കാണുന്നതാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനത്തിൻ്റെ പ്രശ്നത്തെക്കാളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ കാണുന്നത്. പിന്നെ പൗരകേന്ദ്രിതമായിട്ടുള്ള ഒരു ചിന്താഗതി കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇവരെപ്പോഴും വർഗകേന്ദ്രിതമാണ്. ഈ രാജ്യം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പൗരകേന്ദ്രിതമാണ്. ഈ പ്രശ്നം LDFൻ്റെ മാത്രമായിട്ടുള്ള പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല. പല പാർട്ടികൾക്കും പല ആൾക്കാർക്കും ഉള്ള പ്രശ്നം തന്നെയാണത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഇന്ന് എന്തോരം മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്ന് നമ്മൾ ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വീക്ഷിച്ച് LDFനെ കൊണ്ടുവരണമെങ്കിൽ അടുത്ത പ്രാവശ്യമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ പ്രാവശ്യമോ കൊണ്ടുവരാം. ഇതിൽ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം കൊടുത്ത്, ഒരുപാട് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇതേ പാതയിലേക്ക് അവരും നീങ്ങും. അപ്പോഴാണ് നമുക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരിക. അപ്പോൾ മാറ്റി ചിന്തിക്കുമ്പോഴേക്കും ഇവർ മോശമായ എന്ത് ചെയ്യും? ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇവരും അങ്ങനെയാണ്, അവരും അങ്ങനെയാണ്. ഇനിയിപ്പോൾ BJP കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ അവരും വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയൊന്നും മുന്നോട്ട് വയ്ക്കുന്നില്ല. അപ്പോൾ ഒരു സ്വതന്ത്രമായ മറ്റൊരു ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം പുതിയ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ, അതിന് ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ പുതിയ വികസന കാഴ്ചപ്പാട്, വികസനം മാത്രമല്ല, നമ്മൾ പൗരത്വത്തിൻ്റേതാണെങ്കിലും പൗരൻ്റെ ആണെങ്കിലും പൗരൻ്റെ അവകാശങ്ങളാണെങ്കിലും അതിനെ മാനിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുന്ന, സ്വതന്ത്രമായ ചിന്ത മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ള ആൾക്കാരെ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ കൊണ്ടുവരുന്നതിൽ കുഴപ്പമില്ല. മാത്രമല്ല, ഒരു മൈനർ പാർട്ടിയായിട്ട് ഇവിടെ CPM ഉണ്ടാവുന്നതിന് വലിയ തെറ്റില്ല. പക്ഷേ അവർക്ക് ഭൂരിപക്ഷം കൊടുത്താൽ അത് പ്രശ്നമാണ്. ഈ 10 വർഷം കഴിഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പിണറായി വിജയൻ എന്നെങ്കിൽ പിണറായി വിജയൻ ഇറങ്ങിപ്പോവോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഒരു സാധ്യതയും കാണുന്നില്ല. കേരളത്തിലായതുകൊണ്ട് ഇറങ്ങേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടികൾക്ക് എപ്പോഴും നമ്മളൊരു പരിധി കൊടുത്തിട്ട് വേണം നിലനിർത്താൻ. ഇതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. അടുത്തായി ശ്രീ അബ്ദുൾ മജീദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ തന്നെ ഇടതുപക്ഷം എന്തുകൊണ്ട് വരരുത് എന്നുള്ള കാര്യം വിശദമായി പറഞ്ഞുവെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇടതുപക്ഷം പോയി കഴിഞ്ഞ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ലിബറൽ എന്നൊക്കെ ധരിച്ചു വശമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് UDF എന്ന് പറയുന്നത്. ഇവരെത്രമാത്രം ലിബറലാവും കണ്ടറിയണം. പിന്നെ 5 കൊല്ലം ഭരിച്ചു കഴിഞ്ഞാൽ 5 കൊല്ലം അവർ നേരെ പോയി ഭരിക്കാൻ ഇടതുപക്ഷം വിടുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഉള്ള ശേഷി വെച്ച് പരമാവധി സമരങ്ങൾ കെട്ടഴിച്ചു വിടുകയും ഈ സർക്കാരിനെ ഒരു ഇഞ്ചും മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു നിലപാട് തന്നെ ആയിരിക്കും അവർ എടുക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇടതുപക്ഷം തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള ഉത്തരം നെഗറ്റീവാണ്. എന്താ കാര്യം വെച്ചാൽ ഈ ഇടതുപക്ഷം അല്ലെങ്കിൽ മാർക്സിസം തകർന്നിടത്തൊന്നും പിന്നെ ജനാധിപത്യം അല്ല തിരിച്ചു വരിക. അവിടെ സർവാധിപത്യം അല്ലെങ്കിൽ ഏകാധിപത്യം, ഇതുപോലുള്ള ഫാസിസം പോലെയുള്ള സംഗതിയാണ്. ഇപ്പോൾ ജർമ്മനിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ജർമ്മനിയിൽ ഒരു വിപ്ലവ കുഴപ്പമുണ്ടായിരുന്ന സാഹചര്യം നിലനിന്നു. കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ വിചാരിച്ചത് അവിടെ റഷ്യയിൽ വിപ്ലവം നടക്കുന്നതിന് മുമ്പ് ജർമ്മനിയിൽ വിപ്ലവം നടക്കുന്നതായിരുന്നു. ലെനിൻ അടക്കമുള്ള ആൾക്കാർ അങ്ങനെ വിചാരിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ആ വിപ്ലവ കുഴപ്പത്തിൻ്റെ സാഹചര്യം മുതലെടുക്കാനോ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടത്താനോ ജർമ്മനിയിലെ തൊഴിലാളി വർഗത്തിന്, അങ്ങനെയുള്ള പറയേണ്ടത്, തൊഴിലാളി വർഗത്തിന് കഴിഞ്ഞില്ല.
എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അതൊരു വർഗത്തിൻ്റെ പാർട്ടി എന്നുള്ള ഒരു സമീപനം അവർ ശക്തമായി അന്ന് ജർമ്മനിയിൽ വെച്ച് പുലർത്തിയിരുന്നു. ആ വർഗത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇൻക്ലൂസീവാണ് ഫാസിസത്തിൻ്റെ എന്താ പറയുക രാഷ്ട്രസങ്കല്പം, അല്ലെങ്കിൽ എന്താ പറയുക ദേശീയത എന്നുള്ള സങ്കല്പം എന്നുള്ള തെറ്റിദ്ധാരണ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതൊരു ജനങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് സത്യത്തിൽ. ഫാസിസം വന്നു, അനുഭവിക്കേണ്ടതൊക്കെ ജനം അനുഭവിച്ചു. കമ്മ്യൂണിസ്റ്റുകാരുടെ ഗുണം കൊണ്ടൊന്നുമല്ല അവിടെ ഫാസിസം പോയത്. ആദ്യത്തെ ഘട്ടത്തിൽ ജർമ്മനിയായിട്ട് സഖ്യം ഉണ്ടായിരുന്ന റഷ്യയെ ജർമ്മനി കടന്നാക്രമിച്ചു. ആ കടന്നാക്രമിച്ചതിന് ശേഷമാണ് സത്യത്തിൽ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ സംഗതി ബോധ്യപ്പെട്ടത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ബോധ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്രേ ഉള്ളൂ, ഒരു വിപ്ലവ കുഴപ്പത്തിനെ ശരിയായി മുതലെടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിഞ്ഞോളുന്നില്ല. അപ്പോൾ റഷ്യയിലുണ്ടായ വിപ്ലവം എന്ന് പറയുന്നത് സത്യത്തിൽ ക്ലാസിക്കൽ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവമൊന്നുമല്ല. ലെനിൻ്റെ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ്, ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലക്കുള്ള അയാളുടെ കൗശല ബുദ്ധി കൊണ്ടാണ് റഷ്യയിൽ അന്ന് അങ്ങനെ വിപ്ലവം നടന്നത്. അത് വളരെ എന്താ പറയുക, ലെനിൻ്റെ ഒരു വ്യക്തി പ്രഭാവം തന്നെ അതിൽ വളരെ പ്രധാനമായിട്ടുണ്ടായിരുന്നു. നമ്മൾ ചരിത്രം വളരെ ഡീറ്റെയിൽഡ് പരിശോധിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഞാനിത് വിശദമായി പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചപ്പോൾ ഇത് പോയിടത്തൊക്കെ റഷ്യയിൽ കമ്മ്യൂണിസം തകർന്നു. അവിടെ ആരാ വന്നത് നമുക്കറിയാം എന്താ അവിടെ സംഭവിച്ചത്. കമ്മ്യൂണിസം തകർന്നാൽ അതിന് പകരം ഈ ജനാധിപത്യം വരാതിരിക്കാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ലിബറലിസം തകരാറുകളുള്ള ഒരു സാധനമാണ്. എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ്. ലിബറലിസം ലൂപ്പോൾസിൻ്റെ ഇപ്പോൾ ലേസേ ഫെയർ എന്ന് പറഞ്ഞ സംഭവമാണ് അതിൻ്റെ അടിസ്ഥാനം. എന്താണ് മൂലധനം മറക്കാനും കാര്യങ്ങൾ നടത്താനും ഒക്കെയുള്ള സ്വതന്ത്ര വ്യാപാരത്തിനും സ്വതന്ത്ര എന്താ പറയുക ഫാക്ടറി നടത്തിപ്പിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ഒരു ഏർപ്പാടാണ്. അത് സത്യം പറഞ്ഞാൽ ഒരു അടിമക്ക് കീഴിൽ ഒരു ഉടമക്ക് കീഴിൽ അടിമകൾക്ക് ജീവിക്കാനുള്ള സ്ലേവറിയാണ്. അത് പറയാൻ മാർക്സിസ്റ്റ് ഒന്നും ആകേണ്ട ആവശ്യമൊന്നുമില്ല, ആരും നമുക്കൊക്കെ അറിയാവുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇത് അടിമകളും ഉടമകളും എന്നുള്ളൊരു സമ്പ്രദായത്തിൻ്റെ ഒരു സിറ്റുവേഷനിൽ സ്വാതന്ത്ര്യദാഹിയായ ജനങ്ങൾ എന്തായാലും മറ്റൊരു ആൾട്ടർനേറ്റീവ് അന്വേഷിക്കും. പക്ഷേ അവരുടെ മുമ്പിൽ പ്രൊവൈഡ് ചെയ്യാൻ ഒരു നല്ല ആൾട്ടർനേറ്റീവ് ഇല്ലെങ്കിൽ നമ്മൾ പോകുന്നത് ഫാസിസത്തിൻ്റെ കയ്യിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ കേരളത്തിൽ പെട്ടെന്ന് ബി ജെ പി വരുമോ എന്നൊക്കെ ചോദിക്കുക. ബി ജെ പിക്ക് അങ്ങനെ വരാൻ ഒരു 75 മറ്റേ സീറ്റൊന്നും വേണ്ട. 10-30 സീറ്റ് ഉണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ള സംഗതി അവരത് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയായിക്കോളും. ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഫാസിസത്തിന് നന്നായിട്ടറിയാം. അവർ ലിബറലിസത്തിനെ പുച്ഛത്തോടുകൂടി കാണുന്ന ആളുകളാണ്. അവർ കുറച്ചെങ്കിലും അനിഷ്ടവും പേടിയും കമ്മ്യൂണിസത്തെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിനെ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഫാസിസമാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മളെന്താണ് ഇത് ചർച്ച ചെയ്യുന്നതെന്നാണ് ഞാൻ വേറൊരു രീതിയിൽ ആലോചിക്കുന്നത്. നമ്മളാരാ? നമ്മളാണോ ഈ ഇടതുപക്ഷത്തിനെ താഴെ ഇറക്കിയത്? അല്ല. നമ്മൾ യുക്തിവാദികളാണോ? അല്ല. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഭയങ്കര വിവരമുള്ളെന്തോ കാര്യം ചെയ്തു എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. ഇപ്പോൾ 75-ലെ അടിയന്തരാവസ്ഥയുടെ സ്ഥിതി പറഞ്ഞാൽ ഇന്ത്യ ഒട്ടുക്കുള്ള നിരക്ഷരരായ ജനങ്ങൾ കോൺഗ്രസ്സിനെ തഴഞ്ഞ് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിനെ കൊണ്ടുവന്ന സമയത്ത് കേരളത്തിൽ ജനം എന്താ ചെയ്തത്? മരമണ്ടന്മാർ കോൺഗ്രസ്സിനെ അധികാരത്തിൽ കയറ്റുകയാണ് ചെയ്തത്. ഇപ്പോൾ കേരളത്തിലെ ജനം എന്തോ ബുദ്ധിപരമായി ചെയ്തു എന്നുള്ള ധാരണ ഞാൻ വെച്ച് പുലർത്തുന്നില്ല. നിങ്ങളാരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ഇവിടെ അങ്ങോട്ടുള്ള ഒരു അവസ്ഥയിലും കേരളത്തിലെ ജനം അത്രമാത്രം ബുദ്ധിപരമായി പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിക്കാനുള്ള യാതൊരു അവസ്ഥയും ഇന്ന് കേരളത്തിൽ നിലവിലില്ല. ഇതുണ്ടാക്കാനുള്ള കഴിവുള്ള, ഇതുണ്ടാക്കാൻ ശേഷിയുള്ള ഏക കൂട്ടർ നമ്മളാണ്. സത്യത്തിൽ നിങ്ങളും ഞാനും നാസ്തികരും യുക്തിവാദികളും ശാസ്ത്രബോധമുള്ള ആളുകളും. ഈ ആളുകൾ ഇവിടെ ഭൂരിപക്ഷം എന്താ ചെയ്യുന്നത്? രാഷ്ട്രീയമായിട്ട് CPM പുറകെ പോവുകയും നാസ്തികം പ്രചരിപ്പിക്കാൻ വേണ്ടി യുക്തിവാദ സംഘം എന്നുള്ളൊരു ലേബൽ കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചാൽ നാസ്തികം ഉണ്ടാവില്ല, യുക്തിവാദം ഉണ്ടാവില്ല, ജനാധിപത്യം ഉണ്ടാവില്ല. ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.
മറ്റേ ബൈബിളിൽ പറയുന്നത് ദൗ കാൻ സെർവ് ടു മാസ്റ്റേഴ്സ്, രണ്ട് യജമാനന്മാരെ സേവിക്കുന്ന പോലുള്ളൊരു അവസ്ഥയാണത്. യഥാർത്ഥത്തിൽ നമ്മളാവാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നാളെ എന്തെന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഞാൻ സമയമെടുക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഇടതുപക്ഷം തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യത്തിൽ വരുന്നതിനേക്കാൾ സാധ്യത ഫാസിസം തിരിച്ചു വരാനാണ്. ഫാസിസം വരാനാണ്, തിരിച്ചു വരില്ല. ഫാസിസം ഇവിടെ ഉണ്ട് ഓൾറെഡി. ഫാസിസത്തെ പറ്റിയുള്ള നമ്മുടെ ഡെഫിനിഷനിലൊക്കെ പല പ്രശ്നങ്ങളുമുണ്ട്. ഈ എന്താ പറയുക, ഡെഫിനിഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാനിപ്പോൾ പ്രായോഗികമായിട്ട് മാത്രം സംസാരിക്കുക. ഇത് വരാതിരിക്കണമെങ്കിൽ ഒരു 5 കൊല്ലത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളാരാണ്? എത്ര പേരുണ്ട് ഇവിടെ? 28 പേരാണ് ആകെ പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ടാവുക. ഈ ആൾക്കാരെ കൊണ്ട് ഇവിടെ ഫാസിസം തടഞ്ഞു നിർത്താൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. നമ്മളും ചെയ്തില്ലെങ്കിൽ പിന്നെ ആരും ഇവിടെ ചെയ്യാനില്ല. നിങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരവാണത്. എന്നോട് ചോദ്യം ചോദിക്കാനുള്ള ആൾക്കാർക്കൊക്കെ എനിക്ക് പറയാനുള്ള ഉത്തരം, നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരും ഇവിടെ ചെയ്യാനില്ല. ഈ ക്ലാരിറ്റി യുക്തിവാദികൾക്ക് എന്നുണ്ടാവുന്നോ അന്ന് മാത്രമേ ഇവിടെ ജനാധിപത്യം പോലൊരു യുക്തിവാദികൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ വരൂ, ശാസ്ത്രബോധമുള്ളൊരു ജനത വരൂ. ഇത് നമ്മൾ ഇന്ന് ശേഷിയില്ലെങ്കിൽ നമ്മൾ ശേഷി ഉണ്ടാക്കിയേ പറ്റൂ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സഖ്യം നമുക്കത് നേടിത്തരും, ചെയ്തു തരും എന്ന് വിചാരിച്ച് നമ്മൾ ആ നിലപാട് സ്വീകരിക്കുന്നത് വാസ്തവത്തിൽ അങ്ങേയറ്റത്തെ ബുദ്ധിശൂന്യതയാണ്. ഇപ്പോൾ UDF അവരിപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മൾ കണ്ട ഒരു സംഗതി ഉണ്ട്. എന്താണ്? ഭക്തിയുടെ അടിസ്ഥാനത്തിൽ ടൂറിസം ബന്ധപ്പെടുത്തി അങ്ങനെ ഒരു വികസനം ഒരു പോയിൻ്റ് അവർ അവതരിപ്പിച്ചത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിപ്പോൾ ഇടതുപക്ഷമാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. ജനങ്ങളുടെ ബോധം മാറാതെ, ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണത്തിനുള്ള പ്രവർത്തനം നടത്താതെ ഒരു ഭരണം അതിന് മേലെ സ്ഥാപിച്ചാൽ ആ ഭരണം എന്താ ചെയ്യുക? ജനങ്ങൾക്ക് വേണ്ട ഭരണത്തിന് പിറകെ പോകും. ജനങ്ങളുടെ ആഗ്രഹത്തിന് പിറകെ പോകും. ജനങ്ങളുടെ ധാരണ മാറ്റാൻ ആരുണ്ട് ഇവിടെ? അതാ ചോദ്യം. ഇലക്ഷൻ നടത്തുമ്പോൾ ഇലക്ഷൻ പ്രചരണം നടത്തുന്നത് മുഴുവൻ ജനങ്ങളെ രാഷ്ട്രീയം പഠിപ്പിച്ചിട്ടാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറയുക? ഒരു ഗവൺമെൻറ്റിനെ മറിച്ചത് അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസും അദ്ദേഹത്തിൻ്റെ വീടും വ്യഭിചാരശാലയായി ഒരു സ്ത്രീ അവരെ മുഴുവൻ ഇതില്ലേ എന്താ പറയുക ലൈംഗികമായി ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഏർപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഓരോ ഇലക്ഷൻ എടുത്താൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചുളുവിദ്യകളുണ്ടാക്കി അട്ടിമറിക്കല്ലാതെ ജനങ്ങളെ ക്രമപ്രവൃദ്ധമായ രീതിയിൽ ABC മുതൽക്ക് രാഷ്ട്രീയം പഠിപ്പിച്ചിട്ട് ആ രാഷ്ട്രീയ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണോ ഇവിടെ ഭരണമാറ്റങ്ങൾ ഉണ്ടാകുന്നത്? അല്ല. ഞാൻ ജനങ്ങളെ പരിഹസിക്കില്ല. ജനങ്ങൾക്ക് വിവരമില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അത് നമ്മൾ അംഗീകരിക്കുക. അവരെ കൂടുതൽ പെട്ടതന്നെയല്ലേ നമ്മളൊക്കെ. നമ്മളും പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ നമുക്ക് മാറാതെ നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റില്ല. ഈ വസ്തുത അംഗീകരിക്കാത്തിടത്തോളം കാലം യുക്തിവാദികൾ വെറുതെ ചർച്ച ചെയ്തിട്ടൊരു കാര്യമില്ല എന്നുള്ള ഒരു നിലപാടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് ആയാലും നിരീശ്വരവാദം പ്രചരിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ RSSകാരെ കൂടുതൽ തന്നെ നിരീശ്വരവാദികളുണ്ട്. പക്ഷെ അവർ വന്ന കാര്യങ്ങൾ ശരിയാവോ? നിരീശ്വരവാദം മാത്രമല്ല പ്രശ്നം. യുക്തിയുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും പരിശോധിക്കുന്ന ഒരു രീതി, ശാസ്ത്രബോധത്തിൻ്റെ രീതി വളർത്തിയെടുക്കാനുള്ള ഒരു പ്രസ്ഥാനം നമുക്ക് സൃഷ്ടിക്കാനാവുമോ? അതിപ്പോൾ അടുത്ത ഇലക്ഷനിലിപ്പോൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതേ മാർഗമുള്ളൂവെങ്കിൽ, മറ്റൊരു മാർഗ്ഗമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെന്താ മാർഗം നിങ്ങളുടെ മുമ്പിൽ? കോൺഗ്രസ്സിനെ യുക്തിവാദം പഠിപ്പിക്കാൻ പറ്റുമോ? മുസ്ലിം ലീഗുകാരെ പോയിട്ട് ജനാധിപത്യം പഠിപ്പിക്കാൻ പറ്റുമോ? പാണക്കാട് തങ്ങൾക്ക് അതും അതിലപ്പുറം അറിയാം. അയാൾ നിങ്ങൾക്കൊന്നും പഠിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കില്ലെന്ന് കരുതുന്ന നമ്മുടെ ശേഷി, പൊട്ടൻഷ്യൽ, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ. ഞാൻ പറയുന്നത് നമ്മൾ രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കണമെന്നല്ല.
പ്രത്യേകം ശ്രദ്ധിക്കുക. രാഷ്ട്രീയ കക്ഷികളുടെ സ്വഭാവം എന്തെന്നറിയോ? രാഷ്ട്രീയ കക്ഷിയുടെ ജനുസ് തന്നെ അധികാരവുമായി ബന്ധപ്പെട്ട സാധനം, പവർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഗതിയാണ്. അധികാരത്തിന് വേണ്ടി അവരെന്തും ചെയ്യും. അതുകൊണ്ടാണ് ഈ ഇതില്ലേ ജയിച്ചു പോയ MP-മാരെയൊക്കെ കോടിക്കണക്കിന് ഉറുപ്പിക കൊടുത്ത് കാല് മാറ്റാനും പാർലമെൻറ്റിൽ ആളെ ഉണ്ടാക്കാനും ഒക്കെ അവർക്ക് പറ്റുന്നത്. അത് ഏത് പാർട്ടിയുടെ ആയാലും അങ്ങനെ സാധിക്കും. അധികാരം വേണ്ട, എനിക്ക് ജനങ്ങളുടെ ഇടയിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ ഓരോ വാർഡിലും 10 യുക്തിവാദികളെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഞാൻ ഉണ്ടാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആരുണ്ട്? അവർക്ക് മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാനുള്ളൂ. എനിക്ക് നിങ്ങളോട് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു സംഗതി അതാണ്. ഒരുപക്ഷെ അടുത്ത ലോക്സഭാ ഇലക്ഷന് മുമ്പ് അത് സാധിക്കുമോ എനിക്കറിയില്ല. അതിൻ്റെ അപ്പുറത്തുള്ള പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്ത് സാധിക്കുമോ എനിക്കറിയില്ല. അതും കഴിഞ്ഞുള്ള നിയമസഭാ ഇലക്ഷൻ സാധിക്കുമോ എനിക്കറിയില്ല. പക്ഷേ ഇതല്ലാതെ സുഹൃത്തുക്കളെ മറ്റു മാർഗ്ഗമൊന്നുമില്ല. ഓരോ വാർഡിലും 10 അത്തരത്തിലുള്ള പ്രവർത്തകരുണ്ടായാൽ വാർഡിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള ചിന്ത മാറും. അപ്പോൾ നിങ്ങൾ കാട് വെട്ടി തെളിയിക്കേണ്ടതും ലൈറ്റ് സ്ഥാപിക്കേണ്ടതും പള്ളിയിലേക്കുള്ള വഴിയിലല്ല, അമ്പലത്തിലേക്കുള്ള വഴിയിലല്ല, പകരം ആശുപത്രി നന്നാക്കേണ്ടടുത്താണ് നമ്മളെ ശ്രദ്ധ പോകേണ്ടത്. കുട്ടികളെ ശാസ്ത്രബോധം ഉള്ള ആളുകളായി വളർത്താനും കുട്ടികൾക്ക് കളിക്കാൻ ഉള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള സംഗതികളാണ് ചെയ്യേണ്ടതെന്ന് തുടങ്ങി ഭൗതികവാദ ചിന്താഗതിക്ക് അടിസ്ഥാനമായ ഒരു ചിന്തയിലേക്ക് ഓരോ വാർഡിലെയും ജനങ്ങളെ നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ മൊത്തം ഭരണത്തിൽ നല്ല ഒരു മാറ്റം വരും. ഇങ്ങനെ സംസ്ഥാനവും ലോകസഭ അടക്കമുള്ള ഇതിലേക്ക് മാറ്റം വരുത്താൻ ഒരു വളരെ പ്ലാൻഡായിട്ടുള്ളൊരു പ്രവർത്തന പദ്ധതിയായിട്ട് ഇറങ്ങാൻ യുക്തിവാദികൾക്ക് ഇന്നെങ്കിലും തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിൽ നമുക്കൊരു ഭാവിയുണ്ട്. ഇതല്ലാതെ നമ്മൾ പോയിട്ട് ഇത്തരം ഇതില്ലേ അടുത്ത ഇലക്ഷനിൽ ആര് വരണം എന്നൊന്നും നമ്മളല്ല അതൊന്നും തീരുമാനിക്കുന്നത്. നമുക്ക് അതിനുള്ള ശേഷിയൊന്നും ആയിട്ടില്ല. ആ ശേഷി നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? അതിനുള്ള തയ്യാറ് നമുക്കുണ്ടോ? ഇതാണ് നമുക്ക് ആലോചിക്കാനുള്ളത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ചാലഞ്ചാണ്. ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുള്ള യുക്തിവാദികൾക്ക് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റും. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഒരു ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ തീർച്ചയായും കുറച്ച് നേരത്തെയാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു ചർച്ച. കാരണം ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇനി അവർ തോറ്റ പാർട്ടി തിരിച്ചു വരണോ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. എന്നാലും അല്പം നേരത്തെ ആയില്ലേ എന്നൊരു ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. നമ്മളൊരു ഇന്ത്യയുടെ വളരെ വളക്കൂറുള്ള ഇടതുപക്ഷത്തിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ വളക്കൂറുണ്ടാകുമായിരുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ. സ്വാതന്ത്ര്യ അനന്തര കാലഘട്ടത്തിൽ എന്തുകൊണ്ടോ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അതിനൊരു പ്രധാന കാരണം എൻ്റെ വിലയിരുത്തലനുസരിച്ച് നെഹ്റുവിയൻ സോഷ്യലിസം അല്ലെങ്കിൽ ലെഫ്റ്റ് ഐഡിയോളജി കാരണമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസം രക്ഷപ്പെടാതെ പോയത് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ അന്നും 1957 ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് അന്ന് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥ കമ്മ്യൂണിസമാണ് എന്ന് പറയുകയും കോൺഗ്രസ് എല്ലാം സ്യൂഡോ കമ്മ്യൂണിസ്റ്റുകളാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു നരേറ്റീവ് അന്ന് ബിൽഡ് ചെയ്തിരുന്നത്. പക്ഷേ അധികം വൈകാതെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം കോൺഗ്രസ്സിലേക്ക് വരികയും അല്ലെങ്കിൽ CPI CPM എന്ന രീതിയിൽ അവർ പിളരുകയും അതിലൊരു വിഭാഗം കേരളത്തിൽ അധികാരത്തിൽ കോൺഗ്രസിൻ്റെ ഒപ്പം കൈകോർത്ത് പിടിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. എന്നാൽ ഈ LDF എന്ന ഒരു ആശയം ഈ അർത്ഥത്തിൽ ഇപ്പോൾ കാണുന്ന രീതിയിൽ വന്നത് 1978 മുതലാണ്. അപ്പോൾ ഏകദേശം ഒരു 40 വർഷത്തോളം, 78 മുതൽ ഇന്ന് വരെ 2016 വരെയുള്ളൊരു 40 വർഷം കേരളത്തിൽ ഇടതുപക്ഷവും UDFും അല്ലെങ്കിൽ LDF ആൻഡ് UDF കൃത്യമായി പകുതി കാലഘട്ടത്തിലാണ് ഭരിച്ചിരിക്കുന്നത്. നമുക്കിന്ന് കേരളത്തിന് എന്തൊക്കെ നേട്ടങ്ങളോ കോട്ടങ്ങളോ ഒക്കെ പറയുമ്പോഴും അതെല്ലാം തന്നെ അത് നേട്ടമുണ്ടെങ്കിൽ നേട്ടത്തിനും കോട്ടമുണ്ടെങ്കിൽ കോട്ടത്തിനും എല്ലാം അവകാശം ഈ രണ്ട് പാർട്ടികൾക്കും LDFനും UDFനും ഒരേപോലെയുണ്ട്
എന്നാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് തോന്നിയിരിക്കുന്നൊരു കാര്യം. ഇനി നമ്മളിപ്പോൾ കഴിഞ്ഞ തവണയാണ്, അതായത് 16 മുതൽ 26 വരെയുള്ള 10 വർഷം LDF തുടർച്ചയായി ഭരിക്കുകയും 5 വർഷത്തിന് ശേഷം ഇലക്ഷന് വന്നപ്പോൾ കാരശ്ശേരി മാഷിനെ പോലെയുള്ള ആൾക്കാർ പറയേണ്ടായി, പ്രത്യേകിച്ചൊരു കാരണമില്ലെങ്കിൽ പോലും ഇടതുപക്ഷം രണ്ടാമത് അധികാരത്തിൽ വരരുത്, കാരണം അധികാരത്തിൽ വന്നാൽ അത് അവർക്ക് തന്നെ ദോഷമാണ്, കേരളത്തിന് സമ്പൂർണ്ണ ദോഷമാണ്. അതെല്ലാം അടിവരയിട്ടുകൊണ്ട് പിന്നത്തെ 5 വർഷം നമ്മൾ കണ്ടത് വളരെ എന്താ പറയുക, ഒരു സ്വത്വബോധം നഷ്ടപ്പെട്ട ഏകാധിപത്യ പ്രവണതയുള്ള ഒരു പാർട്ടിയായി LDF അധപ്പതിച്ചതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ പരിണിത ഫലമാണ് അവരെടുത്ത് കളഞ്ഞതും. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അതിനിടയിൽ നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു വ്യവസായിയാണ്. നല്ല രീതിയിൽ പ്രവർത്തിച്ച കുറേ വകുപ്പുകൾ കഴിഞ്ഞ 5-10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യവസായ വകുപ്പ് നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. പി രാജീവിൻ്റെയൊക്കെ കാര്യം, ആളെ അധികം അറിയപ്പെടുന്നത് ഒരു കോമാളിയായിട്ട് ഭൗതികമായ തലങ്ങളിൽ മാത്രം മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിക്കുന്ന രീതിയിൽ ആളെ നമ്മൾ ചിത്രീകരിക്കാറുണ്ട്. പക്ഷേ സത്യത്തിൽ അദ്ദേഹം പി രാജീവ് വളരെ നല്ലൊരു വ്യവസായ മന്ത്രിയായിരുന്നു. അതെനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു രാജൻ നല്ല ഒരു മന്ത്രിയായിരുന്നു. അതുപോലെ പലരും പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനം ഒരു മുഖത്തിലേക്ക് ഒതുങ്ങി വന്നപ്പോൾ ആ ജനങ്ങൾക്ക് അവരുടെ ധാർഷ്ട്യവും പിന്നെ അടിമകളായ അണികളുടെ അഹങ്കാരം, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഭരണം മാറിയത്. ഇനി ഇത് ഇവർ തിരിച്ചു വരണോ എന്നുള്ളൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ എന്താണ് നമുക്കിതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഉള്ളത്? ഡു വി റിയലി ഹാവ് ആൻ ഓൾട്ടർനേറ്റീവ്? അതൊരു വലിയ ചോദ്യമാണ്. ഈ പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെടാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, ഏത് വിധേനയും അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ നടത്തിയ എല്ലാ മലക്കം മറച്ചിലുകളുമാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറുത്തുപോയ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ രീതിയിൽ LDF എന്താണോ ആ രീതിയിൽ LDF തുടർന്നു പോവുകയാണെങ്കിൽ, അതിൽ പല തലങ്ങളുണ്ട്. ഒരു ലീഡർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ LDFൽ എടുത്ത് കാണിക്കാവുന്ന യുവ നേതൃത്വം എന്ന് പറയുന്നത് ധാർഷ്ട്യവും പുച്ഛവും മാത്രം കൈമുതലായിട്ടുള്ള അവരെയൊക്കെ മുഖങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും. യുവാക്കൾ എന്ന് പറയുന്ന ആൾക്കാർ പല ഇലക്ഷനിലും ബൈ ഇലക്ഷനിലൊക്കെ നിന്ന് പരാജയപ്പെട്ടവരുടെയൊക്കെ പ്രസ്താവനകളും അവരുടെ രീതികളും കണ്ടു കഴിഞ്ഞാൽ എവിടെയാണ് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ LDFന്, സോക്കോൾഡ് LDFന് ഒരു ഫ്യൂച്ചറുള്ളേ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഫ്യൂച്ചറില്ല. ഈ രീതിയിൽ ഇവർ തിരിച്ച് അധികാരത്തിൽ വരികയും വേണ്ട. പക്ഷേ ജനാധിപത്യത്തിൽ ഓൾട്ടർനേറ്റീവ്സ് വേണ്ടേ? അപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഓൾട്ടർനേറ്റീവ്സ്? ഇപ്പം നേരത്തെ ആദ്യം സംസാരിച്ച ആൾ പറഞ്ഞു 1 കോടി വോട്ട് അഗെയിൻസ്റ്റ് 80 ലക്ഷം വോട്ട്. അപ്പോൾ 80 ലക്ഷം വോട്ട് എതിരുണ്ട്. 20 ലക്ഷം വോട്ടിൻ്റെ ബലത്തിലാണ് ഈ അധികാരത്തിൽ നിൽക്കുന്നത്. 20 ലക്ഷം പോയിട്ട് 1 വോട്ടാണെങ്കിൽ പോലും അധികാരം തന്നെയാണ്. അപ്പോൾ അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു ബ്യൂട്ടി എന്നൊക്കെ പറയാവുന്നത്. അപ്പോൾ ഈ ജനാധിപത്യത്തിൽ നമുക്ക് എന്താണ് ഇനി അടുത്ത ഓൾട്ടർനേറ്റീവ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരിക്കലും ലെഫ്റ്റ് ആയിക്കോട്ടെ, മിഡിൽ ലെഫ്റ്റ് ആയിക്കോട്ടെ, ഫാർ ലെഫ്റ്റ് ആയിക്കോട്ടെ, നമുക്കൊരിക്കലും റിഗ്രസീവായിട്ട് ചിന്തിക്കാൻ പറ്റില്ല, പ്രോഗ്രസീവായിട്ടേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ലോകത്ത് ഇന്ന് കമ്മ്യൂണിസം നിലനിൽക്കുന്ന രാജ്യങ്ങൾ നമുക്കൊരു ഓൾട്ടർനേറ്റീവായിട്ട് കമ്മ്യൂണിസത്തിന് കാണാൻ സാധിക്കില്ലല്ലോ. കാരണം അത് ഇന്നിപ്പോൾ ചൈനയിൽ വിജയിച്ചു എന്ന് നമുക്കൊക്കെ തോന്നുന്ന കമ്മ്യൂണിസം, ഞാനൊരു 100 യാത്രയെങ്കിലും ചൈനയിൽ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. തലങ്ങും വിലങ്ങും ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് 2005 മുതൽ. അത് ഒരു സ്ട്രക്ചേർഡ് അജണ്ടയിൽ പോകുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ഭരിക്കുന്ന തികച്ചും ക്യാപിറ്റലിസ്റ്റായിട്ടുള്ള ജനാധിപത്യ ബോധം എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത 3ാമത്തെ തലമുറയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ചൈന. അവർ വളരെയധികം പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫോക്കസുകളൊക്കെ വ്യത്യാസമാണ്. ഈ 3ാമത്തെ ജനറേഷനിൽ
ജനാധിപത്യം എന്താണെന്നറിയാത്ത ഒരു രാജ്യത്തെ അവർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചെങ്കിൽ അതാണ് അവരുടെ വിജയം. അതോടൊപ്പം തന്നെ ഡിസിപ്ലിൻ, അതോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തികമായ വളർച്ചയിൽ ഒരു ഭാഗം ഈ സാധാരണ ജനങ്ങൾക്ക് നൽകുന്നു. അവരെ മയക്കി കിടത്തിയിട്ടാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു ഫാക്ടറിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള, അതായത് 1000 മുതൽ 5000 പേര് ജോലിക്കാർ വർക്ക് ചെയ്യുന്ന അത്രയും ഭീകരമായ ഫാക്ടറികളാണ് അവിടെ ഉള്ളത്. ഈ ഫാക്ടറികളിൽ സ്കൂൾ മുതൽ അവരുടെ വർക്ക് സ്പേസ്, അവർക്ക് പ്ലേ ഗ്രൗണ്ട്സ്, എല്ലാ സമഗ്രമായിട്ടുള്ള ടൗൺഷിപ്പാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ ആസ്വദിച്ച് കൃത്യമായ ശമ്പളം മേടിച്ച് ഒരു ചോദ്യങ്ങളും ചോദിക്കാതെ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അല്ലെങ്കിൽ ശനിയാഴ്ച വരെ ജോലി ചെയ്ത് ശനിയാഴ്ച രാത്രി മുതൽ തിങ്കളാഴ്ച രാവിലെ വരെയുള്ള സമയം എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു വെസ്റ്റേൺ സംസ്കാരത്തിൻ്റെ തികച്ചും മുഖപത്രം തന്നെയാണ് ചൈനയിൽ നമ്മൾ കാണുന്നത്. നമുക്കതിന് കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. അതൊരു വർക്കിംഗ് മോഡലാണ്, അത് നന്നായി പോകുന്നതാണ്. നമുക്ക് എന്ത് ഓൾട്ടർനേറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തികച്ചും ഇവിടെ ഒരു ഓൾട്ടർനേറ്റീവ് വേണം. അതൊരിക്കലും ഫാർ റൈറ്റ് ആവാൻ പാടില്ല. ഇപ്പോൾ BJP ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രീതി, ആ ഒരു സംസ്കാരം, ആ ഒരു റിഗ്രസീവ് പൊളിറ്റിക്സ്, അതൊരിക്കലും നമുക്ക് പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ LDF കുറേ റിഫൈൻ ചെയ്യപ്പെട്ട് കുറെ കൂടി നല്ല പുതിയ നേതാക്കളെ കണ്ടെത്തി അവർ ജനങ്ങൾക്ക് സമ്മതരായിട്ട് വരണം. അല്ലാണ്ട് ഇതുപോലെ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു ഈ ഗവൺമെൻറ്റിൻ്റെ പിറ്റ് ഫോൾസ് മാത്രം നോക്കി നിന്ന് ഇപ്പോൾ തുടക്കം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ഇന്നലെ ഒരു ട്രോള് കേട്ടതാണ്. ഈ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ കുറച്ച് പൈസ ഇവരുടെ കരച്ചിൽ നിർത്താൻ എന്തെങ്കിലും പദ്ധതിക്ക് പ്രഖ്യാപിക്കാമായിരുന്നു എന്ന്. ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുക. അന്ന് ഈ പരാജയം സമ്മതിക്കാതെ എന്താ പറയുക, നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്ന രീതിയിലാണ് ഈ സോക്കോൾഡ് ആ സ്ഥാനത്ത്, ആ ഒരു സ്പേസിൽ നിലയുറപ്പിച്ചിട്ട് ഇരിക്കുന്ന നേതാക്കൾ ഇപ്പോഴും, അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുന്ന അണികൾ, ഈ 80 ലക്ഷത്തിനൊന്നും ഞാൻ അതിൽ പെടുത്തുന്നില്ല. എന്നാലും വലിയൊരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെ പിറ്റ് ഫോൾസ് മാത്രം നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നെഹ്റുവിയൻ ലെഫ്റ്റ് ആണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ പറയുമ്പോൾ ഏത് സ്പേസിലാണ് ഇനി ഇവർക്കൊരു പ്രതീക്ഷ ഉള്ളത്? എവിടെ നിന്നാണ് ഇവർക്ക്, ഏത് രീതിയിലാണ് ഇവർക്ക് ഇനിയൊരു തിരിച്ചുവരവ് എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവുമില്ല. പക്ഷേ നമുക്ക് ഇവർ വേണം, ഇവരല്ലെങ്കിൽ ആരെങ്കിലും വേണം. അതൊരിക്കലും വലത്തോട്ടേക്ക് ചാഞ്ഞു നിൽക്കുന്നവരാവരുത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു വെരി മച്ച്. അടുത്തായി ശ്രീ മുരളീധരൻ. ഇപ്പോൾ ഇടതുപക്ഷം തിരിച്ചു വരണോ എന്നുള്ള ചോദ്യം, ഇപ്പോൾ നമുക്ക് ജോസാറ് പറഞ്ഞ പോലെ ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ, നമുക്ക് ഭരണം എങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. എന്നിരുന്നാലും ഇതൊരു രാഷ്ട്രീയ ചോദ്യമാണ്. രാഷ്ട്രീയ ചോദ്യം ഇപ്പോൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ കോൺഗ്രസിനോട് ചായവുള്ള ആളുകളാണ് പറയും ഒരിക്കലും വരരുതെന്ന് പറയും. ഇനിയിപ്പോൾ ഇടതുപക്ഷം നല്ല വ്യക്തികൾ വന്നാലും നല്ല പ്രവർത്തനം അവർ വരാൻ പാടില്ല എന്ന് പറയും. ഇടതുപക്ഷക്കാരൻ പറയും തിരിച്ചു വരും എന്ന് പറയും. BJPക്കാരൻ പറയും രണ്ടും വരില്ല, ഞങ്ങൾ വരും എന്ന് പറയും. അപ്പോൾ ഇടതുപക്ഷം തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യമാണെങ്കിൽ ഇടതുപക്ഷം തിരിച്ചു വരും. അതൊരു പക്ഷേ CPM എന്നുള്ള പേരിലോ CPIയുടെ പേരിലോ അല്ല. നമ്മളുടെ കേരളത്തിലെ ജനങ്ങൾ ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ എന്നും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. CPM പോയെങ്കിൽ വേറെ പാർട്ടി വരും. പക്ഷേ ഇവിടെ മാറ്റങ്ങൾ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. കേരളത്തിലെല്ലാ കാലത്തും ഭരണത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷത്തിന് ഒന്നും കൂടെ തുടർ ഭരണം കിട്ടിയത് ഇടതുപക്ഷത്തിൻ്റെ ഗുണം കൊണ്ടല്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദോഷം കൊണ്ടുമല്ല. ആ സമയത്ത് ഇവിടെ കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി, വെള്ളപ്പൊക്കം, പ്രളയം, അസുഖങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഇവിടെയുള്ള ജനങ്ങളുടെ ഇടയിൽ കയറുന്ന പ്രവർത്തിക്കാൻ കോൺഗ്രസിനുള്ള നന്നായി ഇടതുപക്ഷത്തിൻ്റെ താഴേക്കിട വർക്കേഴ്സിന് കഴിയും എന്നുള്ള വിശ്വാസത്തിലാണ് അവർ ജയിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാണ്ട് കിറ്റ് കൊടുത്തിട്ടൊന്നുമല്ല. പിന്നെ ഇപ്പോഴുള്ള UDFൻ്റെ വ്യക്തികളൊക്കെ വളരെ നല്ലതാണെങ്കിലും താഴേക്കടയിൽ അവരുടെ പ്രവർത്തനം വളരെ വീക്കാണ്. താഴെ അവരുടെ സന്നദ്ധ സംഘടനകളോ അങ്ങനെയുള്ള ഒന്നുമില്ല. എന്തെങ്കിലും ആവശ്യം വന്നാൽ
അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ താഴെ പ്രവർത്തിക്കാൻ അവർക്ക് ശക്തമായൊരു സംഘടന ഇപ്പോഴും ഇല്ല. അതില്ലാത്തടത്തോളം കാലം നാട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങളോ അപകടങ്ങളോ വന്നു കഴിഞ്ഞാൽ CPM പോലെയോ അല്ലെങ്കിൽ BJP പോലും അവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. BJP ഒരു വർഗീയ സംഘടനയാണെങ്കിലും അവർക്ക് തീവ്ര ചിന്താഗതിയിലുള്ള ആൾക്കാരെ ഒരുമിച്ച് നിർത്താനായിട്ട് ബജറംഗ് ദളും RSS ഉണ്ട്. ഒരു മിതവാദിയായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഹിന്ദു ഐക്യവേദിയുണ്ട്. സന്നദ്ധ പ്രവർത്തകരായിട്ട് അവരുടെ സേവാഭാരതിയുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒരു ലാഭം കൂടാണ്ട് പ്രവർത്തിക്കുന്ന സേവാഭാരതി പോലെ സംഘങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു സംഘം ഇപ്പോൾ UDF ഇല്ല. അവരങ്ങനെ ഉണ്ടാക്കേണ്ടതാണ്. ജനങ്ങൾ താഴെ കിടന്ന് പ്രവർത്തിക്കാനുള്ള ചെറിയ സംഘടനകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ കോൺഗ്രസ്സിന് എപ്പോഴും ഗുണം ചെയ്യും. ഇല്ലെങ്കിൽ കോൺഗ്രസ്സിന് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. താഴെ എന്നും കടിപിടിയും വഴക്കും വെക്കാനാണ്. അത് കോൺഗ്രസ്സിന് എപ്പോഴും ദോഷം ചെയ്യും. അപ്പോൾ ഈ ലെവലിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഇടതുപക്ഷം തിരിച്ചു വരും. അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് CPM CPI ആവില്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും പാർട്ടികളായിരിക്കാം, സംഘടനകളായിരിക്കാം. പക്ഷേ ഇടതുപക്ഷ ചിന്താഗതി നമ്മുടെ കേരള മണ്ണിൽ നിന്ന് കേരള ആൾക്കാരുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അടുത്തത്, ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കൃത്യമായ ഭൂരിപക്ഷം UDF കിട്ടുന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടെ പാനൽ ചർച്ചയിൽ കൃത്യമായിട്ട് പറഞ്ഞു എന്തായാലും കോൺഗ്രസ് ജയിക്കും. നമ്മൾ വിചാരിച്ച ഭൂരിപക്ഷത്തിന് വളരെയധികം കൂടി എന്നാലും. പക്ഷേ ഈ ഉറപ്പുണ്ടായിട്ടും അനാവശ്യമായ ഓഫറുകൾ നമ്മൾ കുറേ കോൺഗ്രസ്സുകാർ UDF ജനങ്ങൾക്ക് കൊടുത്തു. ഇൻഷുറൻസ് പദ്ധതി ഒന്ന് കൊടുത്തു. ഈ ഇൻഷുറൻസ് പദ്ധതി പ്രാവർത്തികമാക്കാൻ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഭരണം കിട്ടാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ കൂടി ഭരണം അവർക്ക് കിട്ടുന്ന ഉറപ്പാണ്. ഇതൊന്നും ചെയ്തില്ലെങ്കിലും UDFന് സുഖമായിട്ട് ജയിക്കാമായിരുന്നു. ഇപ്പം ഇനി അവരുടെ 5 വർഷക്കാലം അവർക്കിതൊരു തലവേദനയായിരിക്കും. ഈ നമ്മുടെ കേരള ഗവൺമെൻറ് സർക്കാർ ജീവനക്കാർക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ആ ഇൻഷുറൻസ് കുറേ നാളായിട്ട് വർക്ക് ചെയ്യാതെ കിടക്കുകയായിരുന്നു, പൈസ ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഇലക്ഷനായപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഗവൺമെൻറ് പൈസ അടച്ച് അത് വീണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു കേന്ദ്ര ഗവൺമെൻറ് ഇൻഷുറൻസ് പദ്ധതിയിലുള്ള ആളാണ്. ഞങ്ങളുടെ ഇന്ന് മാസം പൈസ മേടിച്ചിട്ട് ഇൻഷുറൻസ് ഉണ്ട്. ഞങ്ങളുടെയും പോലും പലപ്പോഴും പല പാനൽ ഹോസ്പിറ്റലിലും പൈസ കിട്ടാത്തതുകൊണ്ട് അടയ്ക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അങ്ങനെ അവസ്ഥയിൽ ഇത്ര വലിയ ഇൻഷുറൻസ് പദ്ധതി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലുള്ള രാജ്യത്ത് അത് ഇവർക്ക് പിന്നീട് ഒരു തലവേദന ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ സൗജന്യ യാത്ര സൗജന്യമായിട്ട് കൊടുക്കാം. അത് അർഹതപ്പെട്ടവർക്കും ആവശ്യമുള്ളവർക്കും കൊടുക്കാം. അല്ലാതെ ഇത് കൊടുക്കുമ്പോൾ അത് അവസാനം അത് ചിലപ്പോൾ പാർട്ടിക്ക് തന്നെ കൊടുക്കുന്നവർക്ക് തന്നെ ദോഷം ചെയ്യും. ഇപ്പോൾ തന്നെ അത് വന്നപ്പോൾ മലപ്പുറം ഭാഗത്ത് ബസ് കുറവാണ്, ഞങ്ങൾക്ക് നഷ്ടമാണ്, അങ്ങനെ ചിന്താഗതി വന്നു. അപ്പോൾ ഒരു ആനുകൂല്യം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നിടത്തോളം കാലം എല്ലാവരും അത് സന്തോഷത്തോടെ സ്വീകരിക്കും. ഒരു പ്രാവശ്യം കിട്ടിയില്ല, തെറ്റിക്കഴിഞ്ഞാൽ ഇവരൊക്കെ നേരെ തിരിയും, പാർട്ടിക്കെതിരെ തിരിയും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും പിന്നീട് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ VD സതീശൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നല്ല വായനാശീലമുള്ള ആളാണ്, നല്ല കഴിവുള്ള ആളാണ്, മുൻകൂട്ടി കാര്യങ്ങൾ കാണുന്ന ആളാണ്. അതേ എപ്പോഴും ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുന്ന ആളാണ്. എനിക്കത് മുന്നേ ഒരു പ്രാവശ്യം ഇലക്ഷൻ്റെ സമയത്ത് തന്നെ അദ്ദേഹം ഒരു മുസ്ലിം വേദിയിൽ, ഇസ്ലാമിക വേദിയിൽ ഖുറാനെയും നബിയെയും പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചു. അന്ന് എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് ആൾ ഇത് ചെയ്യുന്നു. ആൾ വളരെയധികം ഹരാരിയുടെ കാര്യങ്ങളൊക്കെ എന്നോട് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ആൾ, ഇതൊക്കെ അറിയാവുന്ന ആളാണ്. എന്നിട്ട് അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറ്റിയെന്ന് വിചാരിച്ചു. പിന്നെ ഒരാഴ്ചയിലുണ്ട് ലിയാക്കത്തിൽ അതിന് മറുപടിയും കൊടുത്തു. പക്ഷേ ആളതിന് ഒരു റിപ്ലൈ ആൾ പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ കാണുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആവാനുള്ള ഒരു മുൻകൂട്ടി, ഒരു ഓടുന്ന പട്ടിക്ക് മുൻകൂട്ടി എറിയുന്ന പോലെ എറിഞ്ഞതാണോ എന്നെനിക്കിപ്പോൾ സംശയമുണ്ട്. എന്തായാലും അദ്ദേഹം കഴിവുള്ള ആളാണ്, നല്ല ചാതുര്യമുണ്ട്, അഡ്വാൻസായിട്ട് കാണുന്ന ആളാണ്, അതുപോലെ നല്ല വായനാശീലമുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് മെയിനായിട്ട് 2 ശക്തരായ 2 വർഗീയ സമുദായ സംഘടന അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അവരിപ്പോൾ 10 വർഷം ഭരിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പേഴ്സണലായിട്ട് ഓരോ പ്രശ്നം വരുമ്പോൾ ഓരോരുത്തരും ഇതിനെതിരെ പ്രതികരിക്കും. ഇപ്പം തന്നെ യൂത്ത് ലീഗുകാർ, മുസ്ലിം ലീഗിൻ്റെ യൂത്ത് വിങ് PMC പദ്ധതിക്കെതിരെ അവർ പറഞ്ഞു തുടങ്ങി. അതുപോലെ KCBCയുടെ മദ്യനയത്തിനെതിരെ KCBCക്കാർ പറഞ്ഞു. ഒരു മുഖ്യമന്ത്രി ആകുമ്പോൾ പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, നോക്കേണ്ടി വരും. അപ്പോൾ അദ്ദേഹം പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ ഇവരൊന്നും നോക്കില്ല. ഈ ശക്തരായ 2 മതസംഘടനകൾ കൂടിയുള്ളപ്പോൾ അവരുടെ കാര്യം വരുമ്പോൾ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും തയ്യാറാവില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ
തോളിലിട്ട് കയ്യും പിടിച്ച് നിന്നാലും ഒക്കെ കുതികാല് വെട്ടുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പാളയത്തിനുള്ളിലെ പടാന്ന് പറഞ്ഞോണം, ഒരു സന്ദർഭം കിട്ടിയാൽ എല്ലാവരും തൊഴുത്തിൽ കുത്തുപട നടത്തും. ഇപ്പോൾ തുടക്കമാണ്. ഒരു 1-2 വർഷത്തിനുള്ളിൽ ഇത് എങ്ങനെ തിരിയും, അദ്ദേഹത്തിൻ്റെ കഴിവ് പോലെ ഇരിക്കും. അദ്ദേഹം നന്നായി കൊണ്ടുപോവാണെങ്കിൽ അത് അദ്ദേഹത്തിന്, നമ്മുടെ UDF നല്ലത്. നമ്മൾക്ക് വേണ്ടത് കേരളത്തിൽ നല്ല സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം വേണം, സന്തോഷമായിട്ടുള്ള ജീവിതം വേണം, സാമ്പത്തികമായിട്ട് പുരോഗതി വേണം, തൊഴിൽ വേണം, ഇതൊക്കെ നമുക്ക് വേണം. അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞാൽ വളരെ നല്ലത്. അതിന് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യേണ്ടത് സ്വന്തം അണികളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം. അതോടൊപ്പം ജനങ്ങൾക്കിടയിൽ, താഴേക്കിടയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യുവജന സംഘടന കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് കഴിയണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ, ഈ താഴേക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സംഘടന ഒരിക്കലും നിൽക്കില്ല. നേതാക്കന്മാരുണ്ടായതുകൊണ്ട് കാര്യമില്ല. CPM പല നേതാക്കന്മാരും പോയിട്ടും സംഘടന നിലനിന്നത് അവിടെ താഴേക്കിടയിലുള്ള അവരുടെ സംഘടനാ ബലം കൊണ്ട് മാത്രമാണ്. വലിയ MP രാഘവനും ഗൗരിയമ്മയൊക്കെ പോയിട്ട് അവർക്കൊന്നും സംഭവിച്ചില്ല. പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെയല്ല. ഓരോ വ്യക്തികളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അത് അദ്ദേഹം മുൻകൂട്ടി കണ്ട് തൻ്റെ സംഘടന ശക്തിപ്പെടുത്തുകയും, അദ്ദേഹം ഒരുപാട് പ്രൈവറ്റൈസേഷനൊക്കെ ആഗ്രഹിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ കാലത്ത് ക്യാപിറ്റലിസം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, പ്രൈവറ്റൈസേഷനൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടി വരും. പക്ഷേ അതിന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കുന്ന സംഘടനകളും കൂടെ നിന്ന ആൾക്കാർക്കും കഴിയുമെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹത്തിൻ്റെ മിടുക്ക് പോലെ ഇരിക്കും. എന്തായാലും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഒരു 1-2 വർഷം കഴിയുമ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ ഒരു പാർട്ടിയുടെ ഭരണം എങ്ങനെയുണ്ടെന്ന്. അതുപോലെ ആദ്യം പറഞ്ഞ സാറ് പറഞ്ഞു, ഇപ്പോൾ ഒരു ഭരിക്കല്ലേ, നമ്മൾ പ്രതിഷേധിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ മറ്റുള്ള പാർട്ടികൾ പോകരുതെന്ന്. അതല്ല, പ്രതിഷേധം വേണം, വിമർശനം വേണം, അത് ജനാധിപത്യത്തിൻ്റെ രൂപമാണ്. പക്ഷേ അവരെ ഭരിക്കാൻ അനുവദിക്കണം. അത് തടഞ്ഞുകൊണ്ടോ ഭരണത്തിന് സ്ഥിരത നഷ്ടപ്പെടുത്തിക്കൊണ്ടോ ഒരു പ്രതിഷേധം പാടില്ല. പക്ഷേ പ്രതിഷേധം വേണം, അല്ലെങ്കിൽ പിന്നെ ജനാധിപത്യത്തിൽ എന്തും ചെയ്യാമല്ലോ, അത് പാടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത്, പിന്നെ ഈ സാറ് പറഞ്ഞത്, നമ്മൾ വാർഡ് വൈസ് ഒരു യുക്തിവാദി സംഘത്തിൻ്റെ രൂപീകരണം നല്ലതാണ്. പക്ഷേ യുക്തിവാദി സംഘത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഫ്രീ തിങ്കേഴ്സാണ്. ഒരു ചട്ടക്കൂട് നമുക്കില്ല. അപ്പം നമ്മൾ പല വിഷയങ്ങളിലും എല്ലാവരും ഒരേപോലെ ആയിരിക്കുന്നില്ല. രാഷ്ട്രീയ വിഷയത്തിൽ ചിലപ്പോൾ എല്ലാവരും ഒരുമിച്ചായിരിക്കാം. പല സാമൂഹിക വിഷയത്തിലും നമുക്ക് പല ചിന്താഗതിയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്നൊക്കെ പല യുക്തിവാദി സംഘങ്ങളും തിരിഞ്ഞ് ഇന്നിപ്പോൾ നമ്മളുടെ അപ്പുറത്തൊരു KVSൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. അത് കുറച്ച് രാഷ്ട്രീയ ചായവായിട്ട് മാറിപ്പോയി. ഇങ്ങനെ പല സംഘങ്ങളും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വാർഡ് വൈസ് യുക്തിവാദി സംഘം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കടുംപിടുത്തം അവസാനിപ്പിച്ചിട്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് പോകാൻ പറ്റുന്നത് ഒരുമിച്ച് പോവുക, അല്ലെങ്കിൽ വിട്ടുകളയുക. ആ രീതിയിൽ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ യുക്തിവാദി സംഘം നമുക്ക് രൂപീകരിക്കാനൊന്നും പറ്റില്ല. ഇത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇപ്പോഴത്തെ പുതിയ ഗവൺമെൻറ് എല്ലാവിധ ആശംസകളുണ്ട്. അവർക്ക് നല്ല രീതിയിൽ ഭരിക്കാൻ കഴിയട്ടെ. അപ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞു. അനീഷ് ജോണി പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ പോയിൻസൊക്കെ പറഞ്ഞു അനീഷ്. വെച്ചാൽ നമ്മൾ ഇത്ര വേഗത്തിൽ തന്നെ ഇങ്ങനെ ഒരു ചർച്ച വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വയ്ക്കാൻ കാരണം, നമ്മൾ ഇലക്ഷന് മുമ്പ് തന്നെ ഈ ഒരു വിഷയം ചർച്ച ചെയ്തിരുന്നു. ഇവിടെ ഒരു മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, നമ്മളുടെ ഒപ്പമുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ എന്നും ഈ പരിപാടിക്ക് വരുന്ന ആളുകൾ, അപ്പോൾ അവർ കൂടി ഓരോ വിഷയങ്ങളിലും പങ്കെടുക്കുക, അതിനു വേണ്ടിയുള്ള പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് കൂടി നമ്മുടെ ലക്ഷ്യമായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻസ് തന്നെ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഒരു അപകടം പറ്റിയെന്ന് വെച്ചാൽ, നമ്മൾ ഇത് 2 മാസം മുമ്പാണ് ഇവിടെ ഹാള് ബുക്ക് ചെയ്യേണ്ടത്. 2 മാസം മുമ്പ് ഉള്ള വർക്കിംഗ് ഡേയിൽ നമ്മൾ ബുക്ക് ചെയ്താൽ മാത്രമേ ഇന്ന് ഈ ഹാൾ ഇവിടെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ വേറെ ആൾക്കാർ വന്ന് ബുക്ക് ചെയ്യും. അപ്പം നമ്മൾ 2 മാസം മുമ്പ് വെച്ച പരിപാടിയാണ്. അപ്പോൾ യുക്തിവാദി സംഘം ഇത് പരിപാടി ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നേ ഇല്ല. നമ്മൾ പ്രചരണം ആരംഭിക്കുന്നത് കഴിഞ്ഞ മാസമാണ്. അപ്പോഴേക്കും ഞങ്ങൾ അറിഞ്ഞു ഇങ്ങനെ ഇപ്പുറത്ത് ഹാള് ബുക്ക് ചെയ്ത് യുക്തിവാദി സംഘത്തിൻ്റെ വലിയൊരു പരിപാടി ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. എന്നുവെച്ചാൽ നമ്മൾ തന്നെയാണല്ലോ അവിടെ ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ തന്നെയാണ് യുക്തിവാദി സംഘത്തിൻ്റെ വീഡിയോ എടുക്കാറ്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. അല്ല, ആകെ 10 പേര് ഒരുമിച്ച് വരുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ആവേണ്ട ഒരു കാര്യമില്ല. അതിൻ്റെ കാരണം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ഹാള് കിട്ടാനുള്ളൊരു പ്രയാസം കൊണ്ട് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യും. അവർക്കും ഹാള് കിട്ടാൻ പ്രയാസം ഉണ്ടാവും. അവരെപ്പോഴോ വേറൊരു ഡേറ്റിൽ ബുക്ക് ചെയ്തു, അവരും ഇതേ ഡേറ്റായിട്ട് മാറി. ഇത് ആദ്യമല്ല, ഇത് 2ാം തവണയാണ് ഇപ്പോൾ ഈ ലിബറൽ നടക്കുമ്പോൾ, അല്ലേ? ഇതിലും മുമ്പ്, കഴിഞ്ഞതിന് മുമ്പൊരു പ്രാവശ്യം സെയിം തിങ് ഹാപ്പൻഡ്. അപ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ,
ഏറ്റവും കൂടുതൽ യുക്തിവാദി സംഘത്തിലുള്ള ആളുകളാണ് നമ്മുടെ പരിപാടിക്ക് വരാറ്. അപ്പോൾ ഞങ്ങളിത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണത്. പക്ഷേ ഇവിടെ 2 മാസം മുമ്പ് ബുക്ക് ചെയ്യണമെന്നുള്ളതാണ് പ്രശ്നം. പിന്നെ അത് ക്യാൻസൽ ചെയ്യാനും പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്കതിനുള്ള അത്രയും ആളുകളുടെ കുറവ് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. കാരണം യുക്തിവാദി സംഘത്തിൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ പിന്നെ അവിടേക്കാണ് കൂടുതൽ ആളുകൾ വരിക. അതും പവൻ സാറിൻ്റെ ഒരു സ്മരണയൊക്കെ നിലനിർത്തുന്ന ഒരു ദിവസമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിനി ഈ വിഷയത്തിലേക്ക് വരികയാണെന്ന് വെച്ചാൽ, നമ്മൾ ബംഗാളിലേക്ക് നോക്കിയാൽ 2009 ഇലക്ഷനിൽ ദീർഘമായ ഒരു ഭരണം അവസാനിച്ചതായിട്ട് കാണാം. LDFൻ്റെ, അതായത് ഇടതു മുന്നണിയുടെ ഒരു ദീർഘമായ ഭരണം അവസാനിച്ചു. 30 എത്രയോ വർഷത്തിൻ്റെ ഭരണം അവസാനിച്ചു. പിന്നെ വന്നത് മായാവതിയാണ്. കോൺഗ്രസ്സിന് അത്ര ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞില്ല. കാരണം കോൺഗ്രസ്സിൽ നിന്നുള്ള ആളുകളെയാണ് മമതാ ബാനർജി കൊണ്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ വലിയ ഒരു വിഭാഗം ആളുകൾ അവരെ കൂടെ പോവുകയും അതൊരു ജനാധിപത്യ പ്രസ്ഥാനമായിട്ട് മാറുകയും ചെയ്തു എന്ന് നമ്മൾ ധരിച്ചു. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. വീണ്ടും മമത 10-15 വർഷം അവിടെ ഭരിച്ചപ്പോൾ ഓരോ 5 വർഷം കഴിയുമ്പോഴും അവിടുത്തെ 35 വർഷം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ആളുകൾ ഇല്ലാണ്ടാവുന്നതാണ്, MLA ഇല്ലാണ്ടാവുന്നതാണ് കാണുന്നത്. ഇന്നിപ്പോൾ ഇവിടെ 35 പേരുണ്ട്. നമുക്ക് LDF എന്ന് പറയുന്ന കക്ഷിക്ക് 35 പേരുണ്ട്. അതിൽ 22 പേരോ 25 പേരോ CPMൻ്റെ MLA നമുക്കറിയാം. അടുത്ത തവണ ഇത് തിരിച്ച് ഇതേപോലെ കോൺഗ്രസ് 35 സീറ്റിലേക്കോ 40 സീറ്റിലേക്കോ ചുരുങ്ങുകയും CPMത്തിൻ്റെ മുന്നണി 100 സീറ്റിലേക്ക് വരികയാണോ ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണിയെ പൊടുന്നനെ ആളുകൾക്ക് ബോറടിക്കും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ വിളിക്കാവുന്ന കക്ഷിയെ തിരിച്ചു വിളിക്കും. ഇതാണ് സാധാരണ സംഭവിക്കുക. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 10 വർഷം ഭരിച്ചതിന് ശേഷം ജനഹൃദയങ്ങളിൽ നിന്ന് പരിപൂർണമായും അകന്ന ഒരു പാർട്ടി, 35 സീറ്റിലേക്ക് ഒതുക്കപ്പെട്ട ഒരു പാർട്ടി പിന്നെ എങ്ങനെയാണ് തിരിച്ചു വരേണ്ടത് എന്നുള്ളതാണ്. ഞാൻ നോക്കുമ്പോൾ എങ്ങനെയാണോ ഭരണം നഷ്ടപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അതേ പ്രവർത്തനത്തിലൂടെ ഇവരിവിടെ മുന്നോട്ട് പോവാണ്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ആശാ സമരത്തിലെ വിഷയം നമുക്കറിയാം. ആശാ സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇവിടുത്തെ LDFനെ ജനങ്ങളിൽ നിന്ന് അകറ്റിയ ഒരു വലിയ ഒരു സംഭവമാണ്. ആശാ സമരത്തോട് ഇവരെടുത്ത നിലപാട് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം. അവർക്ക് പൈസ കൂട്ടിക്കൊടുത്തില്ല എന്നതോ പോട്ടെ, അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തില്ല എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് വന്ന വഴിക്ക് തന്നെ അവർക്കൊരു ചെറിയ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചപ്പോൾ എന്തായിരുന്നു LDFൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനം? ഒരിക്കലും അത് ഒരു പോയ പിന്തുണ തിരിച്ചു പിടിക്കും വിധത്തിലായിരുന്നില്ല, കൂടുതൽ അകറ്റുന്ന രീതിയിലായിരുന്നു. അതിനുശേഷം നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യാനൊന്നല്ല, ഒരു പരിശോധനയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? ഒരു ലോ ആൻഡ് ഓർഡർ ഉള്ള ഒരു സ്ഥലത്ത് നിയമ സംവിധാനത്തിനെ അതേ രീതിയിൽ പ്രവർത്തിക്കാൻ സമ്മതിച്ചില്ല. നമ്മൾ കണ്ടതാണ്. നമ്മുടെ വീട്ടിലേക്ക് ഇൻകം ടാക്സുകാർ കയറി വന്നാൽ ഇതുപോലെ ഗുണ്ടായുസം കാണിക്കാൻ ഇവിടെ ആരെങ്കിലും വരുമോ? ഇതെന്താ ഒരാൾക്ക് മാത്രം ഒരു പ്രത്യേകത? കേരളത്തിൻ്റെ അങ്ങോളങ്ങോളുള്ള നാട്ടിലുള്ള നിന്നുള്ള ആളുകൾ അങ്ങോളങ്ങോള തെരുവീതികളിൽ അക്രമത്തിൻ്റെ പാത സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ നമ്മൾ കണ്ടത് എന്തിനു വേണ്ടിയാണ്? പിണറായി വിജയനെ അല്ല ചോദ്യം ചെയ്യുന്നത്. പിണറായി വിജയൻ്റെ മകളെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ഇത്രയധികം പേര് വരുന്നു. ഇത് എന്ത് മെസ്സേജാണ് ഇത് കൊടുക്കുന്നത് ഒരു ജനങ്ങൾക്കിടയിൽ? ഞാൻ പറയുന്നത് പിന്നാക്കത്ത് പോകുന്നുള്ള ഒരു രീതികളാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ ഇത് തിരിച്ചുവരവിൻ്റെ ഒരു സംഭവമല്ല. ഇത് എങ്ങനെയാണോ ബംഗാളിൽ നാമമാത്രമാവുകയും അല്ലെങ്കിൽ ഒരു സീറ്റ് പോലും കിട്ടാത്ത രീതിയിലേക്ക് പോകുന്നത് ഒരു മുന്നണിയെ നമ്മൾ കാണുന്നത്. ഇതിനെ നമുക്ക് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റില്ല. ഇത് അടുത്തത് സ്ത്രീകളുടെ ഒരു സ്വപ്നം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നൊരു സംഭവമാണ് നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ബസ്സുകളിലെ സൗജന്യ യാത്ര. സ്ത്രീകളൊരിക്കലും
ഇതിലോ സൗജന്യമായിട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചിട്ടല്ല വോട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. കാരണം ഇലക്ഷൻ കാലത്ത് പല വാഗ്ദാനങ്ങളും ചെയ്യാറുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. ഇതൊന്നും നടപ്പാക്കാനുള്ളതല്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഇത് അവർ കമ്മ്യൂണിസ്റ്റുകാർ 10 വർഷം ഭരിച്ച് വെറുപ്പിച്ചപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തതാണ്, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും വേഗം ഈ KSRTCയിലെ സൗജന്യ യാത്ര സ്ത്രീകൾക്കായിട്ട് പ്രഖ്യാപിക്കുമെന്നുള്ളത്. എന്താണ് നമ്മൾ കാണുന്നത്? അനാവശ്യമായിട്ട് അതിനെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമാണ്. അതല്ല, അതിനെ തടസ്സപ്പെടുത്താനും അത് എല്ലാ ബസ്സുകളിലും നടപ്പാക്കണം എന്നൊക്കെ പറയാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെറുതെ ജനങ്ങളിൽ നിന്ന് പിന്നാക്കം പോകുന്ന ഒരു LDFനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, കേരളത്തിന് കുറച്ചുകൂടി ജനാധിപത്യ ബോധമുള്ള ഒരു പ്രതിപക്ഷത്തെയും ഒരു പാർട്ടിയെയും ആവശ്യമുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്ത് കോൺഗ്രസ്സിനെ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള, ജനങ്ങളെ പ്രതിഷേധിക്കാനും അവർക്കെതിരെ വിമർശിക്കാനും സമ്മതിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടി ഇവിടെ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, എങ്ങനെ സതീശൻ ഇവിടെ CM ആയി ഭരിച്ചാലും 5 വർഷത്തിന് ശേഷം ഇവിടെ LDF പോലുള്ളൊരു പാർട്ടി തന്നെ തിരിച്ചു വരും നമുക്കറിയാം. പക്ഷെ നമുക്കിതിനേക്കാളും നല്ല ഒരു LDF അല്ലാത്ത ഒരു പാർട്ടിയുടെ, കോൺഗ്രസ് പോലെ ലിബറൽ ഘടനയുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഇതിലേക്ക് തന്നെ പോകുന്നുണ്ട്? കാരണം ഈ ഇവരുടെ ധാർഷ്ട്യം, ഇവരുടെ എന്താ പറയുക, അടിച്ചമർത്തി കൊണ്ടുള്ളത്, വിമർശനങ്ങളെ മുഴുവൻ അവസാനിപ്പിച്ചു കൊണ്ടുള്ള, അല്ലെങ്കിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാതെ 8-9 പേരെ വ്യാജ ഏറ്റുമുട്ടൽ വധിക്കുക, ഈ രീതിയിലുള്ള ഒരു ഗുണ്ടായിസം നടപ്പാക്കുന്ന ഒരു പ്രതിപക്ഷം തന്നെ ഇനിയും അധികാരത്തിൽ വരണം എന്നുള്ളത് എന്താ വല്ല ബാധ്യതയാണ്. ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, ഇനി ഒരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ LDFനേക്കാൾ പ്രാപ്തിയുള്ള, ഡെമോക്രാറ്റിക് ബോധമുള്ള, ലിബറൽ മൂല്യങ്ങളുള്ള ഒരു പാർട്ടി ഇവിടെ ഉണ്ടായി വരേണ്ടതുണ്ട്. അതിനിപ്പോൾ യുക്തിവാദികൾക്ക് സപ്പോർട്ട് കൊടുക്കാമെന്നല്ലാതെ, യുക്തിവാദികൾ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ ഒരു മനുഷ്യൻ അതിൽ വരില്ല. അപ്പോൾ യുക്തിവാദികൾ പാർട്ടി ഉണ്ടാക്കണതാവും ഇവിടുത്തെ LDF ഒക്കെ ആഗ്രഹിക്കുക. കാരണം പിന്നെ ആ ഭാഗത്തേക്കാരും പോകില്ല. അങ്ങനെയല്ല, ഇവിടെ പൊതുസമൂഹത്തിൽ നിന്നൊരാൾ, ജനങ്ങളൊക്കെ ആകർഷിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായി വരണം. 5 വർഷത്തിനുള്ളിൽ 2 വർഷം കഴിയുമ്പോഴേക്കെങ്കിലും അങ്ങനെ ഒരാൾ ജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള, വളരെ സത്യസന്ധതയുള്ള ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ നേതൃത്വത്തിൽ ഒരു നല്ലൊരു ഡെമോക്രാറ്റിക് മൂല്യങ്ങളെ പാലിക്കുന്ന, സോഷ്യൽ ജസ്റ്റിസിനെ പിന്തുണയ്ക്കുന്ന, സ്ത്രീ പുരുഷ സമത്വത്തെ അംഗീകരിക്കുന്ന അങ്ങനെ ഒരു പാർട്ടി ഇവിടെ ഒരു സാധ്യതയുണ്ട്. ആ ഗ്യാപ്പ് ഇവിടെ എടുക്കുന്നുണ്ട്. അല്ലാതെ ഇത് തന്നെ എല്ലാ കാലത്തും നമ്മൾ ചോക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇതേപോലെ പോവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും LDFൻ്റെ ഭരണത്തെ സഹിക്കേണ്ടി വരും 5 വർഷം കഴിഞ്ഞാലെന്ന് പറയാൻ കാരണം, ഉമ്മൻചാണ്ടിയുടെ ഭരണം 2011 മുതലുള്ള 2014 വരെയുള്ള കാലത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരു വലിയൊരു അഭിപ്രായം ഉണ്ടാക്കി പോയത് ഒരു സർക്കാരായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവസാനത്തെ 2 വർഷങ്ങൾ കൊണ്ട് തകിടം മറിഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഇവിടെയും സംഭവിക്കും. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ സതീശൻ എന്ന് പറയുന്ന CM ഉണ്ടെങ്കിൽ, ഈ സതീശനെ താഴെ ഇറക്കാനുള്ള ആളുകളും അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. എപ്പോഴാണ് പുള്ളിക്ക് പഴയ്ക്കുന്നത് നോക്കിയിരിക്കുന്ന ആളുകൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഈ LDF എന്ന് പറയുന്ന പ്രതിപക്ഷം നിരന്തരമായി അവർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, അവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം വരുമ്പോൾ അവർക്ക് മുന്നേറാനും രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാനും കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് LDF വരുമെന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വരുത്താതിരിക്കാൻ പറ്റും. കോൺഗ്രസ് പോലുള്ള ഒരു പ്രസ്ഥാനത്തെ ഇവിടെ ഉണ്ടാക്കി. അല്ലാതെ BJP എന്ന് പറയുന്ന പാർട്ടി ഒരു തരത്തിലും കേരളത്തിലെ രാഷ്ട്രീയ അധികാരം പിടിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. കാരണം കേരളത്തിൻ്റെ ഈ സെക്കുലർ ഫാബ്രിക് നിയന്ത്രിക്കുന്ന അവരല്ല, അതിവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമുമാണ്. അവരേകദേശം ഒരു 50% ഉള്ളിടത്തോളം കാലം എളുപ്പമല്ല ഇവർക്ക് വരാൻ. ബാക്കി സെക്കുലർ ആളുകൾ ഹിന്ദു സമുദായത്തിൽ ഉണ്ട് താനും. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഹിന്ദു ഭൂരിപക്ഷമുള്ള 80% ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ഒഴികെ വേറൊരു മണ്ഡലത്തിലും വിജയിച്ച് കയറാനുള്ള യാതൊരു സാധ്യതയും
BJP ഇല്ലാത്തത് കൊണ്ട് BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ഇവിടെ ഒരു രാഷ്ട്രീയ അധികാരം കിട്ടുക എന്നുള്ളത് പ്രയാസമാണ്, വളരെയധികം പ്രയാസമാണ്. പറ്റില്ല എന്ന് ഞാൻ പറയില്ല, കാരണം അങ്ങനെ പറയാൻ പാടില്ല, രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇല്ല, അതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇനി LDF വരണോ എന്ന് ചോദിച്ചാൽ വരണ്ട എന്നാണ് അഭിപ്രായം. പക്ഷേ എന്നും കോൺഗ്രസ് ഭരിക്കണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഭരിക്കേണ്ടത്. തീർച്ചയായിട്ടും പ്രതിപക്ഷം വരണം, കോൺഗ്രസിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പാർട്ടി ഇവിടെ ഉണ്ടാകണം. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കാൻ തയ്യാറാണ്. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല അത് എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. ഇനി ഞാൻ വിചാരിച്ചത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു ആർക്കെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് അവസാനിപ്പിച്ചിട്ട് തരാം. ഓക്കെ. നമ്മുടെ ഇന്ന് ലിയാഖത്ത് വന്നൊരു ലിയാഖത്ത് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിട്ട് പോലും നിർബന്ധപൂർവം ഞങ്ങളുടെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധം കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹം പറയും. പിന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയുടെ തുടക്കം കൂടിയാണ്. അത് അദ്ദേഹം പറയുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളായിട്ട് ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. എനിക്ക് ഇതിൽ ചോദിക്കാനുള്ളത്, നമുക്ക് ആർക്കെങ്കിലും കൂടുതൽ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാവുന്നതാണ്. വരും. അതുപോലെ നിങ്ങൾക്ക് സംസാരിക്കാം, എല്ലാ ആളുകൾക്കും വരും. ഇവിടെ സൗണ്ട് ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ ഇടതുപക്ഷം വരണ്ടേ ഇനി വരണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും നമ്മളൊരു ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അറിഞ്ഞേ പറ്റും. ഇപ്പോൾ നമ്മൾ 140 നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 100 സീറ്റിന് മുകളിൽ UDF കിട്ടി, 35 സീറ്റാണ് LDFന് കിട്ടിയുള്ളൂ. LDF വൻ പരാജയം നേരിട്ടു എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ 140 മണ്ഡലങ്ങൾ വോട്ടിൻ്റെ ഘടന പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 40 സീറ്റിൽ BJPയുടെ ഒരു 10,000-ന് മുകളിൽ വോട്ട് UDFലേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 58 സീറ്റിൽ LDFന് അവരുടെ പരമ്പരാഗതമായ വോട്ടിനേലും വിട്ട് കൂടുതലാണ് കിട്ടിയിട്ടുള്ളത്. UDFന് ഒരു 78 സീറ്റിൽ അവരുടെ പരമ്പരാഗതമായ വോട്ടിൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു 30-40 സീറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന നിലവിലാണ് വോട്ടിങ്ങിൻ്റെ പാറ്റേൺ നിൽക്കുന്നത്. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന വോട്ടർമാരെ നമ്മൾ പറയും നിയമസഭ തല്ലിപ്പൊളിച്ചു, അത് അവർക്ക് പ്രശ്നമല്ല. TPനെ വെട്ടിക്കൊന്നു. ഈ MV രാഘവൻ പാർട്ടി ഉണ്ടാക്കിപ്പോയി, ഗൗരിയമ്മ പാർട്ടി ഉണ്ടാക്കിപ്പോയി, RMP ഉണ്ടാക്കിപ്പോയി. പല സ്ഥലങ്ങളിലും പല സമയത്തും ഇങ്ങനെ ഇടതുപക്ഷത്തിൽ നിന്ന് പല ആളുകളും വിഘടിച്ച് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഇത്രമാത്രം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എല്ലാ മേഖലയിലും സർവ്വമേഖലയിലും ജനങ്ങളുടെ എതിർപ്പ് വാങ്ങിച്ചു വെച്ചൊരു പ്രസ്ഥാനമായിരുന്നു കഴിഞ്ഞ വട്ടത്തെ ഭരണം. എന്നിട്ട് പോലും ഈ 140 മണ്ഡലങ്ങളെ ഘടന പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ചില മണ്ഡലങ്ങളിൽ ഒഴിച്ച് ബാക്കി മണ്ഡലങ്ങളിലെല്ലാം അവരുടെ വോട്ട് അവിടെ നിന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം ഒഴിച്ച് ബാക്കി മണ്ഡലങ്ങളിലൊന്നും അവരുടെ വോട്ടിൽ കുറവ് വന്നിട്ടില്ലയാണ്. അല്ല, കണ്ണൂർ ജില്ലയിൽ 2-3 മണ്ഡലം ഒഴിച്ച് ബാക്കി മണ്ഡലത്തിൽ കുറവ് വന്നിട്ടില്ല. കോഴിക്കോട് മണ്ഡലത്തിൽ അവരുടെ ബേസ് വോട്ടിൽ കാര്യമായിട്ട് മാറ്റം വന്നില്ല. ന്യൂനപക്ഷ വോട്ടുകൾ വർദ്ധിച്ചു UDFന്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ LDFൻ്റെ വോട്ടിൽ മിനിമം ഒരു 15,000 വോട്ടുകൾ വെച്ച് കുറവ് വന്നിട്ടുണ്ട്. എങ്കിലും ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഭൂരിഭാഗം UDFലേക്ക് എത്തിയോണ്ടാണ് അവിടെ ചേഞ്ച് വന്നത്. പിന്നെ പാലക്കാട് ജില്ലയിൽ ഒരു ചെറിയ തോതിലൊരു ചേഞ്ചസാണ് LDFൻ്റെ വോട്ടിൽ മാറ്റം വന്നുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ നോക്കി കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള മാറ്റമാണ്. പിന്നെ എറണാകുളം ജില്ലയിലാണ് LDFൻ്റെ വോട്ടിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തം കേരളത്തിലെ അറ്റം തൊട്ട് ഈ അറ്റം വരെ നോക്കിയാൽ സീറ്റിൻ്റെ എണ്ണത്തിനനുസരിച്ച് അവരുടെ ബേസ് വോട്ടിൽ മാറ്റം വന്നതായിട്ട് കാണുന്നില്ലയാണ്. അതുകൊണ്ട് ഏതെങ്കിലും മേഖലയിൽ ഒരു ശക്തനായൊരു നേതാവ് ആ പാർട്ടിയിൽ ഉദയം ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിലവിലിപ്പോൾ നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനെ മാറ്റി നിർത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു ശക്തനായ കരുത്തനായ ഒരു നേതാവ് രംഗത്ത് വരികയാണെങ്കിൽ ഇവരുടെ ഈ സ്ലീപ്പായ വോട്ടുകളും വീണ്ടും പുനർജീവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് UDF എന്താ പറയുക, വളരെ ഈ വിജയത്തിൽ അഹങ്കരിക്കാതെ 100% എല്ലാ ജനങ്ങളുടെയും വികാരങ്ങൾ താല്പര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ പല ചേഞ്ചസും വരാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്രത്തിലെ
കോൺഗ്രസ്സിന് ഏതെങ്കിലും തരത്തിലൊരു അധികാരത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല, വൻ പരാജയം ഏറ്റുവാങ്ങുകയാണെങ്കിൽ കേരളത്തിലും രാഷ്ട്രീയമായിട്ട് വരെ ചേഞ്ചസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ BJPക്ക് ഇവിടെ വ്യക്തമായിട്ട് ജയിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കും. എങ്കിലും ഏത് മുന്നണിനെ ജയിപ്പിക്കണം, ഏത് മുന്നണിനെ പരാജയപ്പെടുത്തണം എന്നുള്ളൊരു ശക്തി അവർക്കുണ്ടെന്ന്. കാരണം ഒരു 90 സീറ്റിൽ അവർക്ക് ഒരു 10,000 വോട്ട് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാനുള്ള ശക്തി കേരളത്തിലുണ്ടെന്ന്. അത് നമ്മൾക്ക് പല മണ്ഡലത്തിലും പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് LDF വരാൻ LDFകാരെ ആഗ്രഹിച്ചില്ലെങ്കിലും കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട് അവർക്ക് വരാനുള്ള അവസരം നിലവിൽ തുടർന്നിരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ വോട്ടിൻ്റെ 140 മണ്ഡലങ്ങൾ ഇതിൻ്റെ വോട്ടിൻ്റെ ഘടന പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായുള്ളൂ. സുഹൃത്തുക്കളെ, 2 കാര്യങ്ങളിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഒന്നാമത്തെ സംഗതി, ഒരു വാർഡിൽ 10 യുക്തിവാദികളുണ്ടായാൽ ആ 10 യുക്തിവാദികൾക്ക് 10 രാഷ്ട്രീയ അഭിപ്രായമാണെങ്കിൽ അവിടെ അങ്ങനെ ഒരു യുക്തിവാദി സംഘം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ വളരെ ക്ലിയറായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഇടതുപക്ഷം ഉണ്ടാക്കുന്ന കേരള യുക്തിവാദി സംഘം പോലുള്ള സാധനങ്ങളുടെ ഒരു ദൗർബല്യം പ്രധാനമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ, മാർക്സിസത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ പറയുന്ന യുക്തിവാദം എന്ന് പറയുന്നത് ബൂർഷ്വാ യുക്തിവാദമാണ്. ബൂർഷ്വാ യുക്തിവാദം എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് ഘടകവിരുദ്ധമാണ്, നേർക്ക് നേരെ എതിരാണ്. ഇതെങ്ങനെ ഈ ആളുകൾക്ക് ഒന്നിച്ച് 10 പേർക്ക് ഒരു വാർഡിലിരുന്ന് ചർച്ച ചെയ്യാൻ പറ്റുക? അസാധ്യമായൊരു സംഗതിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അവർക്ക് നല്ലത് CPMൻ്റെ പാർട്ടി ചേരുക. CPM പറഞ്ഞത് തന്നെയാണ്, കലാനാഥനടക്കമുള്ള ആൾക്കാരോട് പറഞ്ഞു നോക്കി, ഒന്നുകിൽ പാർട്ടി അല്ലെങ്കിൽ യുക്തിവാദ സംഘം, രണ്ടാലൊന്നും. പക്ഷേ കലാനാഥൻ രണ്ടും വേണം എന്ന് പറഞ്ഞു. അന്ന് കലാനാഥൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, മജീദ് എങ്ങനെയാണ് പറയുന്നത് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതില്ലേ സഖാവിന് എന്ത് തോന്നുന്നു? അപ്പോൾ സഖാവ് പറഞ്ഞു, എന്നെ സംസ്ഥാന സെക്രട്ടറി ആക്കിയത് യുക്തിവാദികളാണ്, അതുകൊണ്ട് ഞാൻ യുക്തിവാദ സംഘം വിടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ശരി എന്നും പറഞ്ഞു. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി അതിൻ്റെ നിലപാട് ഒരിക്കലും മാറ്റിയിട്ടില്ല. ഇപ്പോഴും പറയുന്നത് മാർക്സിസത്തിന് എതിരായ ഒരു നിലപാടാണ് ബൂർഷ്വാ യുക്തിവാദം. ഇപ്പോൾ ഞാനൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ബൂർഷ്വാ യുക്തിവാദം, അവർ പറയുന്ന അർത്ഥത്തിലുള്ള ബൂർഷ്വാ യുക്തിവാദം വെച്ചുകൊണ്ട് ഒരു പഞ്ചായത്തിനകത്ത് ആ തരത്തിലുള്ളൊരു യുക്തിവാദി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സാധ്യമല്ല. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് എന്താ പറയുക, വർഗ സംഘർഷത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് വരുന്ന ആൾക്കാരായിട്ടിട്ട് നമുക്ക് ഏറ്റുമുട്ടാനൊന്നും താല്പര്യമില്ല. രണ്ടാമത്തെ സംഗതി, യുക്തിവാദികൾ ഒരു പാർട്ടി ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല, ഉണ്ടാക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് യുക്തിവാദികളുടെ പണിയല്ല. നമ്മുടെ മണ്ഡലം, നമ്മുടെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് സാംസ്കാരികമാണ്. സാംസ്കാരിക രംഗത്താണ് ആശയങ്ങളുടെ ഒന്നാമത്തെ ഈ മാർക്സിസം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊരു ഈ എന്താ പറയുക, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഉൽപ്പാദനോപാധി എന്ന് പറയുന്ന. മനുഷ്യൻ്റെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ് ആശയം എന്ന് പറയുന്ന സാധനം. ഈ ആശയങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഈ തരത്തിലുള്ള ഇതിലെ ആശയം പ്രചരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മളോടൊക്കെ ചോദിച്ചത് ആശയം പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ആശയവാദ പ്രവർത്തനമല്ലേ എന്നാണ്. അതിനേക്കാൾ വലിയ അസംബന്ധം അവരെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് അവരുടെ പ്രത്യയശാസ്ത്രം എന്നാണ് പറയുന്നത്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്നത് തർക്കശാസ്ത്രത്തിൻ്റെ ഒരു നിയമം മാത്രമാണ്. ഭാഷയിലുള്ള തർക്കശാസ്ത്രത്തിലുള്ള ഒരു നിയമം പ്രകൃതിയും പ്രപഞ്ചവും മുഴുവൻ അംഗീകരിച്ച് നടപ്പിലാക്കേണ്ട ഒരു രീതിയാണ് എന്ന് പറയുന്നതേ ആശയവാദമാണ്. അപ്പോൾ ശാസ്ത്രീയമായി അത് അസംബന്ധമാണ്. ആ അസംബന്ധമായിട്ടുള്ളൊരു സാധനമായിട്ട് കൂടിയിരുന്നിട്ട് നമുക്ക് യുക്തിവാദം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പ്രധാന പ്രശ്നം, യുക്തിവാദികൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകാതിരിക്കുന്നതാണ് ശരി. അതിൽ ഒരു തർക്കമില്ല. കാരണം യുക്തിവാദികളുടെ ഏരിയ എന്ന് പറയുന്നത് സാംസ്കാരികമാണ്. സാംസ്കാരിക രംഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് മാത്രമല്ല, അധികാര രാഷ്ട്രീയത്തിന് താല്പര്യമില്ലാത്ത ആളുകളാണ് അതിന് പോകേണ്ടത്. ഇതില്ലേ പ്രസിഡൻ്റ് ആവണം, പ്രധാനമന്ത്രി ആവണം, അല്ലെങ്കിൽ സെക്രട്ടറി ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഈ ഈഗോ ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ആൾക്കാർക്കൊന്നും ഇത്തരത്തിലുള്ള പ്രസ്ഥാനം വെച്ചിട്ടൊന്നും അധികം മുന്നോട്ടൊന്നും പോകാനൊന്നും പറ്റില്ല. അവരധികം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ ആ സാധനങ്ങൾ യുക്തിവാദ സംഘം ആവില്ല, അല്ലെങ്കിൽ ഇതില്ലേ എന്താ പറയുക, പാർട്ടി ആവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കുണ്ടാക്കാൻ കഴിയുന്നത് സമ്മർദ്ദ ഗ്രൂപ്പായി നിൽക്കുന്ന ഒരു തരം ഗ്രൂപ്പാണ്. അവിടെ വളരെ വിദ്യാസമ്പന്നരായ എന്നുവെച്ചാൽ അറിവ് അക്കാഡമിക് ഡിഗ്രി അല്ല ഞാൻ പറയുന്നത്, ചർച്ചകളിലൂടെയും പഠനങ്ങളിലൂടെയും
അതിൻ്റെ ഇതിലെ കൈമാറ്റത്തിലൂടെയും അറിവ് നേടിയ ആളുകളുടെ ഗ്രൂപ്പ് ഘട്ടം ഘട്ടമായി സമൂഹത്തെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു വിഭാഗമായി നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ ഇന്ന് നടത്തുന്ന പ്രവർത്തനത്തേക്കാൾ വളരെ 100 ഇരട്ടി ശക്തിയുള്ള പ്രവർത്തനമായിട്ട് രംഗത്തിറങ്ങണമെന്ന് മാത്രമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഷ അപ്പം മാറും, നമ്മുടെ കൂടെയുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഭാഷ അപ്പം മാറും, അവരുടെ പെരുമാറ്റ രീതി മാറും, അവരുടെ ചിന്താ രീതി മാറും. ഇത് മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയണം. അത് നമുക്കേ കഴിയും. ഇപ്പോൾ സമയപരിമിതി മൂലം നമുക്ക് ചർച്ചയൊക്കെ ഒന്ന് നിർത്താം. ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി ഡീറ്റെയിലിൽ പോകാമെന്നായിരുന്നു. അപ്പോൾ നിർത്താം എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരുമാതിരി എല്ലാം ക്ലിയറായിട്ടുണ്ട്. മജീദ് സാർ പറഞ്ഞ പോലെ അല്ല അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണല്ലോ. വെച്ചാൽ യുക്തിവാദി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനവും ഒരു ബോധതലത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ്. അതിൽ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഉണ്ടാക്കലല്ല. ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ആരും വരില്ല ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ. ആര് വരാനാ നമ്മൾ പാർട്ടി ഉണ്ടാക്കിയാൽ. അപ്പോൾ ശരി, നമ്മൾ ഈ സെഷൻ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത സെഷന് വേണ്ടി നമ്മൾ മൈക്ക് വിട്ടുകൊടുക്കുകയാണ്.